ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്ത പരിപാലന ഈ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്നും ഒരാളുടെ ഒരു എഴുത്ത് ഞാൻ വായിച്ച് ഓർക്കുകയാണ്. അതെല്ലാം കാണുന്ന എല്ലാം ആത്മീയമായിട്ട് വളരെ സഹായകമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ അച്ഛൻ ഇന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി ഓർക്കുകയാണ്. അതെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുക. ഹല്ലേലൂയ. സുഖമാണോ ചോദിക്കാൻ മറന്നുപോയി. സുഖമാണല്ലോ അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലക്കെട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്താണ് ക്രമക്കേടുകൾക്ക് കാരണം എന്നതിനെക്കുറിച്ചാണ്. യാക്കോബസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എവിടെ അസൂയയും സ്വാർത്ഥതയുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാവിധ ദുഷ്കർമ്മങ്ങളുമുണ്ട്. മനുഷ്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമാണ് എല്ലാം നല്ല ക്രമത്തിലും ചിട്ടയിലും പോകാമെന്നുള്ളത്, അല്ലേ? മാതാക്കന്മാരാണെങ്കിൽ വീട്ടിൽ മക്കളെല്ലാം ക്രമത്തിലും ചിട്ടയിലും പോകണം. വികാരിച്ചനാണെങ്കിൽ ഇടവകയിലെല്ലാം നല്ല ക്രമത്തിലും ചിട്ടയിലും പോകണം. ഒരു സ്ഥാപനത്തിനാണെങ്കിൽ അതെല്ലാം ഒരു ഇതിൽ പോകണം. അപ്പോൾ ക്രമം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം, നമുക്ക് ദേഷ്യം വരും, പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മൾ തന്നെ ക്രമം തെറ്റിക്കാതിരിക്കാൻ പരിശ്രമിക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് ക്രമം തരുന്നത്? ഇപ്പോൾ അച്ഛനെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം മാറ്റിവെച്ച് എൻ്റെ ഒരു സ്വാർത്ഥത, ഉദാഹരണം പറഞ്ഞ് ഞാനെന്താ പറയുക, ഞാൻ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പോകും, അത് സ്വാർത്ഥതയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വാർത്ഥത വന്നാൽ, അസൂയ വന്നാൽ അവിടെ ക്രമക്കേടുണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ ആ ക്രമം ഉണ്ടാകണമെങ്കിൽ അസൂയ സ്വാർത്ഥതയെ ഒഴിവാക്കി, എൻ്റെ സഹോദരങ്ങളെ, എന്താ പറയണത്, മറ്റുള്ളവർക്ക് വേണ്ടി എന്നതുപോലെ ഈശോയ്ക്ക് വേണ്ടി എന്നപോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവിടെയുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ സ്വാർത്ഥമതി ആയാൽ, അല്ലെങ്കിൽ മക്കൾ തമ്മിൽ അസൂയുള്ളവരായാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഒരിക്കലും എല്ലാം ഓർഡർ നടക്കില്ല, എല്ലാ ഓർഡറും തെറ്റിപ്പോകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ദൈവമേ, വചനം കേട്ട് ഓരോരുത്തരിലും കർത്താവെ അസൂയ മാറിപ്പോട്ടെ. കർത്താവ് എല്ലാ ദുഷ്കർമ്മങ്ങളും മാറിപ്പോട്ടെ. കർത്താവ് സ്വാർത്ഥത എല്ലാം മാറിപ്പോട്ടെ. വലിയ കൃപയുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.